എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്ന് അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്ന് അറിയുന്നു ഞാൻ. കർത്താവിന്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകും. നമുക്ക് ദൈവം ഒരു വചനം തന്നു. ഇനി എനിക്കത് ഏറ്റവും അനുഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ സഭയ്ക്കും അത് ഏറ്റവും അനുഗ്രഹമാണെന്ന് ഞാൻ മനസ്സിലാക്കും. ആ വാക്യം ശ്രദ്ധിച്ചു. എന്താണ് നമ്മള് പ്രാരംഭത്തിൽ കേട്ടത് പ്രകാരം ഒരു കാര്യം, ഒരാൾക്ക് ഒരു അത്യാവശ്യ കാര്യവും ആ കാര്യം നടത്തണമെങ്കിൽ ഒരാളെ വഞ്ചിച്ച് അത് മേടിച്ചെടുക്കണം. ഒരു നുണ പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം നടക്കാനുള്ള പൈസ കിട്ടും. പിന്നെ ഈ കാര്യം നടക്കില്ല. യേശുവിനെ സംബന്ധിച്ച് കാര്യം നടക്കാതിരുന്നാൽ പ്രയാസമുണ്ട്. പക്ഷെ അതിനേക്കാൾ പ്രയാസമാണ് ഒരു വ്യാജം പറഞ്ഞത് കാര്യം സാധിക്കാന്ന്. എന്നാൽ ലോക മനുഷ്യൻ അങ്ങനെയല്ല. ലോക മനുഷ്യന് കാര്യം സാധിക്കാം, അത് അതിനുവേണ്ടി ഒരു വ്യാജം പറയുക എന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കരമായിട്ട് തോന്നുന്നു. ഇതാണ് രണ്ട് മനസ്സിന്റെ അവതരണമാണ്. പെട്ടെന്നൊറ്റ വാക്കിൽ നമ്മൾ കേട്ട് അങ്ങനെ മറന്നുകളയാൻ പാടില്ലാത്തൊരു വചനം. കാരണം സദൃശവാക്യങ്ങളുടെ പുസ്തകത്തില് 21:15 പ്രകാരം പറയുന്നു, നീതി ചെയ്യുന്നത് ഒന്ന് വായിച്ചു. 21:15 സദൃശവാക്യങ്ങൾ 21:15. ന്യായം പ്രവർത്തിക്കുക എന്ന് പറയുന്നത് നീതിമാന് സന്തോഷമാണ്. കാരണം നീതി പ്രവർത്തിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഈ അങ്ങനെ പറയുമ്പോ എളുപ്പം കഴിയും. നീതി എന്ന് പറഞ്ഞാൽ എന്താ? നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതി യാഗങ്ങളെ അർപ്പിക്കും. നീതി എന്താ? യാഗമാണ്. യാഗം എന്ന് പറഞ്ഞാൽ എന്താ? മൃഗങ്ങളെ കൊണ്ടുവന്നതിന് ശേഷം അതിന്റെ കഴുത്ത് ഇങ്ങനെ അകത്ത് ചോര കളഞ്ഞ് അതിന്റെ ജീവനും പോയി. അതാണ്. അപ്പൊ നീതി ചെയ്യുന്നവൻ എന്ത് ചെയ്യേണ്ടി വരും? യാഗം അർപ്പിക്കേണ്ടി വരും. എന്താ കാരണം? ഇസ്രായേൽ വിഗ്രഹത്തെ ആരാധിച്ച് അങ്ങനെ വിഗ്രഹങ്ങളുടെ മുമ്പിൽ തുള്ളി ചാടി സന്തോഷിച്ചിരിക്കുമ്പോഴാണ് മോശ പറഞ്ഞത്, ദൈവത്തിന്റെ കോപം അറിഞ്ഞ് മോശ പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ള മാറി നിൽക്കട്ടെ. അവിടെ ലേവ്യ ഗോത്രം മാറി നിന്നു എന്ന് ആരെല്ലാം ദൈവത്തെ പരിഹസിച്ച് ഈ പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ, ആരെല്ലാം വിഗ്രഹത്തെ കാളക്കുട്ടി ആരാധിച്ചിട്ടുണ്ടോ, ഇത് യഹോവയാന്ന് പറഞ്ഞ് ആരെല്ലാം കാളക്കുട്ടി ആരാധിച്ചിട്ട് എല്ലാത്തിനും കൊന്നുകളയാണ്. അതിനനുസരിക്കാൻ പോവാ. യഹോവയുടെ പക്ഷത്തുള്ളവനാ. കയറിയപ്പോ കണ്ടത് അപ്പനെ, സ്വന്തം അപ്പനാ. അപ്പൻ എന്ത് ചെയ്ത് ചെന്ന് കിടക്കുക. അപ്പനുണ്ട് അമ്മയുണ്ട്. അവര് വിഗ്രഹത്തിന് മുമ്പില് നല്ല ഡാൻസ് ഒക്കെ കഴിഞ്ഞ് പാട്ടൊക്കെ കഴിഞ്ഞ് വന്ന് കിടക്കുക. വാളെടുത്ത് രണ്ട് കാര്യമാണ്. ഒന്ന് കർത്താവിന്റെ കൽപ്പന അനുസരിക്കും, കർത്താവിന്റെ കൽപ്പന യഹോവയുടെ പക്ഷത്തുള്ളവൻ. രണ്ടാമത് സ്വന്തം അപ്പനും അമ്മയും ദുഷിക്കുന്നവൻ മരണയോഗ്യന. ഏത് നീതി ചെയ്യണം? നീതി യാഗങ്ങളെ അർപ്പിക്കുകയും ചെയ്തേ പറ്റൂ. മോനേന്ന് വിളിച്ച് കാണും. അപ്പനും അമ്മയും മക്കളേന്ന് വിളിച്ച് കാണും. പക്ഷെ അവൻ വെട്ടി. അപ്പനും അമ്മയും അവിടെ വീണു. വേറെ സ്ഥലത്ത് മക്കളാ. ഇങ്ങനെ വലിയൊരു സംഹാരം നടത്തി. ദൈവത്തിന്റെ വചനം പറയുന്നത്, നീതി ചെയ്യുന്നത്, ന്യായം പ്രവർത്തിക്കുന്നത് നീതിമാനും സന്തോഷം.
കാരണം പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ലേവിയോട് ചോദിച്ചു, ആ പോയവരോട് ചോദിച്ചു, നീ എന്താ ചെയ്യുന്നത്? നിന്റെ സ്വന്തം സഹോദരനെയല്ലേ നീ കൊന്നത്? നീ ആ വാളുകൊണ്ട് വെട്ടിയത് ആരെയാ? നിന്റെ സ്വന്തം സഹോദരനെയല്ലേ? അവൻ പറഞ്ഞു, സഹോദരനോ അല്ലയോ എന്ന് എനിക്കറിയാൻ പാടില്ല. ദൈവത്തിന്റെ പക്ഷക്കാര് മാറി നിൽക്കാൻ പറഞ്ഞ് ഞാൻ മാറി നിന്നു. വാള് കയ്യിൽ തന്നതിന് ശേഷം, വാളടുക്കി കിട്ടിയതിന് ശേഷം ദൈവത്തെ പരിഹസിച്ചവരെ കൊല്ലാൻ പറഞ്ഞു, ഞാൻ കൊന്നു. ആ അപ്പനാണോ അമ്മയാണോ എന്ന് എനിക്കറിയാം. ദൈവം പറഞ്ഞു എന്ത് പറയുന്നറിയാവോ? കൊടുക്കാൻ പറഞ്ഞു അവന്റെ ഇത്. ഊറിയമും തുമ്മിയും അവരുടെ കൊടുത്തേക്കാൻ പറഞ്ഞു. ഊറിയമും തുമ്മിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിൽ ഫൈനൽ തീരുമാനം അത് നോക്കിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഓരോരുത്തർ ഇവിടെ വന്നിരിക്കുക, പോൾ ഇരിക്കുക. ഈ പോള് ദൈവത്തിന്റെ പക്ഷക്കാരനാണോ? സാക്ഷാൽ യഹൂദനാണോ? ഇവൻ വംശാവലിയിലുള്ളതാണോ? എല്ലാവരും കൂടെ തർക്കായി. ഞാൻ അവനെ കണ്ടിട്ടില്ല, എവിടെ ഉള്ളതെന്ന് എനിക്കറിയാൻ പാടില്ല. ശരി, നമുക്ക് വെയിറ്റ് ഈ ഉറിവും തുമ്മിയും കൊണ്ടുവരാൻ പറയും. പുരോഹിതൻ ഈ വസ്ത്രം ഇത് ധരിച്ചതിന് ശേഷം ദൈവത്തോട് ചോദിക്കും, ഈ ആള് ഇതിന്റെ ഏതാണ് നമുക്ക് മനസ്സിലാകും. കൃത്യമായിട്ട് ആ മനുഷ്യൻ ദൈവം അബ്രഹാം മുതലുള്ള വംശാവലി എടുത്തതിന് ശേഷം അത് ഇന്ന തലമുറയില്, ഇന്ന ഗോത്രത്തില്, ഇന്ന കുലത്തില്, ഇന്ന പിതൃഭവനത്തില് ഇന്ന ആളുടെ മകൻ, അവൻ ഇന്നയാളാണ് നമുക്ക് വ്യക്തമായിട്ട് ഇതാണ് ഊറിയും തുമ്മിയും വെച്ച് ചോദിക്കാതെ പത്തും വെളിപ്പാടും അതിന്റെ അർത്ഥം എഴുതിയിരിക്കുന്നു. ഇത് അവർക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു, വേറെ ഒറ്റയാൾക്ക് കൊടുക്കണ്ട, ലേവിക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു. കാരണം അവൻ അപ്പനെ അമ്മയും പോലും, സഹോദരങ്ങളെ പോലും, സ്വന്തം ഭാര്യയെ, സ്വന്തം ഭർത്താവിനെ പോലും, സ്വന്തം സഹോദരങ്ങളെ പോലും അവൻ ആദരിച്ചില്ല, കൊന്നുകളി കർത്താവിന്റെ നാമത്തെ പ്രതി. കാരണം അവൻ വചനം പറയുന്നത് അതൊരു ആത്മാവാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നീതി പ്രവർത്തിക്കുമ്പോൾ വരുന്ന ഏത് പ്രതിസന്ധിയാവും അതിനെ ഗണ്യമാക്കാതിരിക്കാന്ന് പറഞ്ഞത് അത് ദൈവം മുൻകണ്ടിട്ടുള്ള നീതിമാന്മാർക്കുള്ള സന്തോഷം. അവർ ന്യായം പ്രവർത്തിക്കും. ഇനി മറിച്ച് ദുഷ്പ്രവർത്തിക്കാർക്ക് ഏറ്റവും ചെറിയ കാര്യം വചനത്തിൽ അത് എഴുതിയിരിക്കുന്നു. എന്തൊരു പ്രയാസം! അത് ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും മറുകൃതി കിട്ടി നോക്കി നടക്കും. എന്താ അറിയാം, സദൃശവാക്കൾ 21:15 മനുഷ്യവംശത്തെ തമ്മിൽ വേർതിരിക്കുന്നതാണ്. ദൈവത്തിനുള്ളവൻ ആര്, ദൈവത്തിന് അല്ലാത്തവൻ ആരെന്ന് തിരിക്കുന്ന വചനമാ. ഓർത്തുകൊള്ളണം. വിശുദ്ധ ബൈബിൾ 66 പുസ്തകങ്ങളിലുള്ളതിൽ ദൈവത്തിനുള്ളവനെ തിരിക്കുന്നതും ദൈവത്തിനുള്ളവൻ അല്ലാത്തവനെ വേർതിരിക്കുന്നതുമായ മതിലാണ് സദൃശവാക്യങ്ങൾ 21 വരിച്ചു. സാധനം മനസ്സിൽ നിന്ന് മാഞ്ഞു പോകരുത്. ന്യായം പ്രവർത്തിക്കുന്നത് സന്തോഷിക്കുന്ന ഒരു കൂട്ടമാണ്. അതുകൊണ്ടാണ് വചനം യശാപ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, സന്തോഷിച്ച് നീതി പ്രവർത്തിക്കുന്നതിനെ അവൻ എതിരേൽക്കുന്നു. സന്തോഷിച്ച് നീതി പ്രവർത്തിക്കുകയാണെങ്കിൽ, നീതി പ്രവർത്തിക്കുന്ന രീതിയിൽ സങ്കടം വരാതിരിക്കില്ല. കാരണം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ സന്തോഷിച്ച് ആ നീതി പ്രവർത്തിക്കുകയാണെങ്കിൽ ദൈവം എതിരേറ്റ് വരുന്ന, അവനെ എതിരേറ്റ് വരും. അവിടെ ചിലപ്പോ അബ്രഹാമൊക്കെ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോഴോ എന്ത് ചെയ്യുന്ന ദൈവം എതിരേറ്റ് സ്വീകരിക്കും. ദൈവം സ്വീകരിക്കും. ചെറിയ കാര്യമല്ല. അതാണ് ദൈവത്തിന്റെ ജനത്തിന്റെ പ്രത്യേകത. ഇത് ദൈവത്തിന്റെ ജനം ആര്, ദൈവത്തിന്റെ ജനമല്ലാത്തത് ആരെന്ന് തിരിക്കുന്നതാണ്. അതുകൊണ്ട് വചനം പറയുന്നത് ദുഷ്പ്രവർത്തിക്കാരാരാ നീതിമാന്മാരാണെന്ന് തിരിക്കാനായിട്ട് ഹൃദയത്തെ നോക്കുന്ന ദൈവം ഇതെല്ലാം കണ്ടപ്പോൾ എല്ലാം കണ്ടു. ഓരോ മനുഷ്യനും ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ അവർ ഹൃദയ ഉല്ലാസത്തോടു കൂടി ചെയ്യുന്ന പാപം മനുഷ്യൻ ചെയ്യുമ്പോൾ, തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഓരോ മനുഷ്യരെ കുറിച്ച് നമ്മൾ വിധിച്ച് മാറ്റി നിർത്തുന്നുണ്ടെന്ന്. എത്ര വലിയ ഹീനപ്രവൃത്തി ചെയ്യുമ്പോഴും അതിവേദനയോടെ ചെയ്യുന്നവർ തെറ്റാണ് ചെയ്തത് തെറ്റ്. പക്ഷെ ഉള്ളിൽ ദൈവം നോക്കുമ്പോൾ അതിവേദനയോടാണ് അത് ചെയ്തിട്ടുള്ളതെങ്കിൽ ദൈവം അത് ശ്രദ്ധ വയ്ക്കും. ചെറിയ തെറ്റാണെങ്കിലും ഉല്ലാസത്തോടു കൂടി ചേർന്നെങ്കിൽ അതും ദൈവമാണ്.
ഇത് മനുഷ്യരിൽ രണ്ട് വിഭാഗത്തെ തമ്മിൽ തിരിക്കുന്നു. നമ്മുടെ ഓർമ്മയിലായിരിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധയായിരിക്കട്ടെ. വചനം പറയുന്ന അനുസരിച്ച് നമുക്കും കർത്താവ് ന്യായപ്രമാണം തന്നിട്ടുണ്ട്. ഈ ന്യായം തന്നിട്ടുണ്ട്. ഇതിനെ സന്തോഷത്തോടെ പ്രവർത്തിപ്പാൻ, സന്തോഷിച്ച് നീതി പ്രവർത്തിപ്പാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. അങ്ങനെ ദൈവത്തിനുള്ളവരെന്ന് ദൈവം വേർതിരിച്ച് നിർത്തി, ഇത് എനിക്കുള്ളവനെന്ന് പറയുവാൻ നമ്മൾ ആരെയും സർട്ടിഫിക്കറ്റ് ഒന്നും പോകണ്ട. നമ്മൾ ഹൃദയത്തെ നോക്കുന്ന ദൈവത്തിന് അറിയാം. കർത്താവ് സ്വന്തം അവന്റെ കയ്യിലേക്ക് നമ്മെ ഏൽപ്പിച്ചതാണ്. വലിയ ദൈവം തന്നെ അനുഗ്രഹിക്കും. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാനേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, ശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി, ശ്വാസം വരെ.